കുറച്ചുറങ്ങി ഫസ്റ്റ് ഹാഫ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ ഒരു എക്സ്പീരിയൻസ് അല്ലേ, എത്ര നല്ല കളർ കണ്ടിട്ട്. മൂവി പറയുന്ന കണക്ക് തന്നെ കലിയുഗത്തിൻ്റെ മുന്നത്തെ ഇതാണല്ലോ ബ്രഹ്മയുഗം. ഞാനൊക്കെ ഒരു 20s കിഡാണ്, അപ്പോൾ നമുക്കൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ ഇതിന് മുന്നേ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പടം കുറച്ച് ലേഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഉള്ളായിരുന്നു. കുറച്ചുറങ്ങി ഫസ്റ്റ് ഹാഫ്. നല്ല പടം, എടുത്തോളത്തൊക്കെ ഒന്നുമില്ല. നല്ല പടമാണ്, നല്ല പ്രൊഡക്ഷൻ അടിപൊളിയാണ്, നല്ല മേക്കിംഗ് ആണ്. ഈ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതുകൊണ്ട് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ആണ്, 3 പേരുടെ പെർഫോമൻസ് പീക്ക് ലെവൽ. നല്ല സിനിമയായിരുന്നു, ഗംഭീരമായിരുന്നു. മമ്മൂട്ടി ഭയങ്കരമായ ആക്ടിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു 3 പേരെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കുക എന്നുള്ള വലിയ തൻ്റെയാണ്. പ്രത്യേകിച്ച് രാഹുൽ സദാശിവനെ പോലുള്ള ആളുടെ നല്ല ഡയറക്ഷൻ. അങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. 3 പേര് വെച്ച് ചെയ്തു, ഗംഭീരമായി ചെയ്തു എന്നാണ് നമ്മുടെ അഭിപ്രായം. നെഗറ്റീവ് വേറെ ആർക്കെങ്കിലും തോന്നുമായിരിക്കും. വളരെ പോസിറ്റീവായിട്ടാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലൊരു നടൻ ഇത്രയും ഇങ്ങനൊരു റോള്, നെഗറ്റീവ് ഷെയ്ഡുള്ള റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ ഒരു എക്സ്പീരിയൻസ് അല്ലേ, എത്ര നല്ല കളർ കണ്ടിട്ട്. പലരും എടുക്കുന്ന രീതി പലതാണല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട്. അങ്ങനെ ഒന്നുമില്ല, നല്ല സൂപ്പർ സിനിമ. മമ്മൂട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ തോന്നിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഒരു 3 ക്യാരക്ടറിനെ വെച്ച് ഇത്ര ഒരു അടിപൊളി മൂവി ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത്ര ത്രില്ലിംഗ് ആയിരുന്നു, സസ്പെൻസ്ഫുള്ളായിരുന്നു. പിന്നെ ആസ് യു നോ മോണോക്രോമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പം നമ്മൾ ഇത്ര കാലമായിട്ട് കളർ മൂവീസ് അല്ലേ കണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ണിന് പിടിച്ചു വരാനൊരു സമയമെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓവറോൾ നമ്മളൊന്ന് ഇരുത്തി കാണിക്കുന്ന ഒരു മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു. ലൈക്ക് ഇതുവരെയുള്ള മൂവീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും പുള്ളി കറക്റ്റ് ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്ത മൂവിയല്ലേ. വിചാരിച്ച പോലെയല്ല, ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഈ ഒരു ഏജിലും ഇത്ര അടിപൊളിയായിട്ട് ക്യാരക്ടർ, അതായത് അഭിനയം എടുത്തു പറയത്തക്കതാണ്. കാര്യം അതേപോലെ തന്നെ ബാക്കി 2 പേര് 3 അർജുൻ, സിദ്ധാർത്ഥ്, മമ്മൂക്ക, ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് പറയുകയാണെങ്കിൽ കാര്യം എനിക്കിഷ്ടപ്പെട്ടു. അത് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. കാര്യം എല്ലാവർക്കും ഒരേ രീതിയല്ലല്ലോ അവർ മൂവീസായിട്ട്, അതിപ്പോൾ ഒരു സ്റ്റോറിയൊക്കെ കേൾക്കുന്നതാവട്ടെ എല്ലാവരും ഒരേ രീതിയിലായിരിക്കണമെന്നില്ല എല്ലാം എടുക്കുന്നത്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം കുറച്ച് വെറൈറ്റി, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു തലത്തിലുള്ളൊരു മൂവിയായിരുന്നു. കാര്യം ഇതുവരെ വന്ന സ്റ്റോറീസ് അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരു ഡിഫറെൻ്റ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒന്നായിരുന്നു. ഡയറക്ടർ രാഹുൽ സദാശിവൻ ഓവറാൾ നന്നായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അത് മൂവി പറയുന്ന കണക്ക് തന്നെ കലിയുഗത്തിൻ്റെ മുന്നത്തെ ഇതാണല്ലോ ബ്രഹ്മയുഗം. നമുക്ക് അതായത് ഞാനൊക്കെ ഒരു 20s കിഡാണ്, അപ്പോൾ നമുക്കൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ ഇതിന് മുന്നേ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഓവറോൾ മൂവി കണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മോഡേൺ വേൾഡുമായിട്ട് ഒരു ബന്ധം കാണിക്കുന്നില്ല. അറിയാതെ പോലും അതിൻ്റെ ഒരു ഇത് അതിൽ വന്നിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ച് കാണുമ്പോൾ മനസ്സിലാവും.